ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പള്ളിപ്പുറം. ഈ പ്രദേശത്തെ പ്രധാന ദേവാലയം സെയിൻറ്റ് മേരീസ് ഫൊറോന പള്ളിയാണ്. ഈ ദേവാലയം മധ്യസ്ഥ പരിശുദ്ധ കന്യകാ മാതാവാണ്. ഇവിടുത്തെ പ്രധാന തിരുനാൾ സ്വർഗാരോപണ തിരുനാൾ തന്നെയാണ്. ഓഗസ്റ്റ് മാസം 14-15 തീയതികളിലാണ് തിരുനാൾ എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കപ്പെടുക. ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ചരിത്ര പ്രസിദ്ധമായ ഈ ദേവാലയം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കരസ്പർശനത്താൽ നിർമ്മിതമായ കുരിശിൻ്റെ സാന്നിധ്യവും വിശുദ്ധ ചാവർ പിതാവിൻ്റെ സെമിനാരി പഠന കാലഘട്ടവും തുടർന്ന് വൈദിക ശുശ്രൂഷ ഇടവകാരി എന്ന നിലയിൽ നിർവഹിച്ചതിൻ്റെ ചരിത്ര പ്രാധാന്യവും ദേവാലയത്തിനുണ്ട്. എല്ലാ വർഷവും മതവിഭാഗീയ ചിന്താഗതികളില്ലാതെ ആയിരങ്ങളാണ് ഈ തിരുനാളിൽ പങ്കെടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അനുഗ്രഹത്തിനായി തിരുനാളിൽ പങ്കെടുക്കുവാൻ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുക. കൊടിയേറ്റ ദിവസമായ 11-ാം തീയതി 14-15 തീയതികളിലെയും തിരുക്കർമ്മങ്ങളും തിരുനാൾ ആഘോഷങ്ങളും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വിശ്വാസികൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ പള്ളിപ്പുറം പള്ളി ലൈവ് എന്ന പേരിൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നതാണ്. തിരുനാളിലേക്ക് വികാരി എന്ന പേരിലും പ്രസിദ്ധയുടെ പേരിലും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പള്ളിപ്പുറത്ത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് വിശുദ്ധ ബെർണാഡ് പുണ്യാളൻ്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർ ഒരിക്കലും നാശത്തിലേക്ക് പോവില്ല. ഞാൻ കുഞ്ഞുനാൾ മുതലേ ഓടി വളർന്ന ഈ പള്ളിമുറ്റത്ത് ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു വിശുദ്ധ പള്ളിപ്പുറത്ത് അമ്മയുടെ തിരുനാൾ നടത്തണം എന്നുള്ളത്. കഴിഞ്ഞ 25 വർഷം മുമ്പ് എൻ്റെ പിതാവ് ഈ ഔസേപ്പ് ഉൽഹന്നൻ പെരുന്നാൾ നടത്തിയപ്പോൾ അന്ന് വളരെ സന്തോഷത്തോടുകൂടി നേതൃത്വം വഹിക്കുവാൻ കഴിഞ്ഞു. അപ്പച്ചൻ നടത്തിയ പെരുന്നാളിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്കും വിശുദ്ധ അമ്മയുടെ സ്വന്തമായിട്ട് പെരുന്നാൾ നടത്തുവാൻ അവസരം ലഭിച്ചതിന് വിശുദ്ധ അമ്മയോടും ഈശോയോടും നിങ്ങളോടെല്ലാവരോടും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവും മരിയൻ ചാവറ തീർത്ഥാടന കേന്ദ്രവുമായ ഈ പള്ളിപ്പുറം പള്ളി അങ്കണത്തിലേക്ക് വിശുദ്ധ അമ്മയുടെ ഈ വർഷത്തെ തിരുനാൾ കൂടുവാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.